നമ്മളെല്ലാവരും കണ്ട് ആസ്വദിച്ചൊരു സിനിമയാണ് കഥ പറയുമ്പോൾ. അശോക് രാജും ബാലനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, സൗഹൃദത്തിനെക്കുറിച്ച് പറയുന്നൊരു സിനിമ. ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നായകനും ബാർബറായിട്ടുള്ള ഒരു ബാലനും, അതായത് സാധാരണക്കാരനുമായിട്ടുള്ള സൗഹൃദം പണ്ടുണ്ടായിരുന്നതും ആ ബാലനെ ആ സൂപ്പർ സ്റ്റാർ ഇന്ന് ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കഥാസാരമാണ് ആ പടം. ഇതേ കഥ തന്നെ ഈ അശോക് രാജായിട്ട് അഭിനയിച്ച മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അടുത്തൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ടു ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നായത് എങ്ങനെ അല്ലേ? കാരണം അദ്ദേഹത്തിന് ഒരാളത് സജസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം പറയുന്നുണ്ട് ആ പേര് എനിക്ക് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് പലരും, അതായത് ആ പേര് ഞാനാ നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് പലരും പത്രത്തിലും വീഡിയോയിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പേര് തന്ന ആരാണ് ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ആ കഥ പറയുകയാണ്, മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ID കാർഡിൽ മുഹമ്മദ് കുട്ടി എന്നാണ്. പക്ഷെ അതൊരു പരിഷ്കൃത പേരല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പറയാൻ മടി വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് ഷെരീഫ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെയാണ് അദ്ദേഹം പലരോടും പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ID കാർഡ് താഴെ വീഴുന്നു. അപ്പോൾ അദ്ദേഹം അത് എടുത്ത് നോക്കിയിട്ട്, ആ കൂട്ടുകാരനെ എടുത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, എടാ നിൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നല്ല, അല്ല ഷെരീഫ് എന്നല്ല, ഇതിനകത്ത് മമ്മൂട്ടി എന്നല്ല കിടക്കുന്നത് ചോദിക്കുന്നത്. അങ്ങനെ ആ പേര് മമ്മൂട്ടി എന്നുള്ള പേര് പറഞ്ഞ് ആ മഹാരാജാസ് മൊത്തം മമ്മൂട്ടി എന്നായിട്ട് അദ്ദേഹം പറയുന്നു. ആ കൂട്ടുകാർക്കിടയിൽ മമ്മൂട്ടിയായി, നിങ്ങൾക്കിടയിൽ മമ്മൂട്ടിയായി. മമ്മൂക്കയുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളുണ്ട്, നമ്മൾ കേൾക്കാത്ത പല കഥകളുമുണ്ട്. അതിലൊരു കഥകളിലൊന്നാണ് ഇത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാലിറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലായിടും ഉണ്ട് അല്ലേ? ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടിയുള്ള സഹായം ആദ്യമായിട്ട് കേരളത്തിൽ നൽകിയത് നമ്മുടെ മമ്മൂക്കായാണ്. അതിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. ആ സൂര്യതേജസ് പിന്നെയും അഭിനയ രംഗത്തേക്ക് വരുന്നുണ്ട്, നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും. ഇനിയും കുറേ വർഷങ്ങളധികം നമ്മളോട് അദ്ദേഹം ഉണ്ടാകട്ടെ എന്ന് വളരെ മനസ്സ് നിറഞ്ഞ് ഞാൻ ആശംസിക്കുന്നു.